കോഴിക്കോട് ശാന്തിനഗർ കോളനിയിലെ കടലാക്രമണ ഭീഷണി നേരിടുന്ന 300ഓളം കുടുംബങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാത്ത CPM-നും കോൺഗ്രസിനും വോട്ടില്ലെന്ന പ്രദേശവാസികൾ. പ്രദേശത്ത് കടലാക്രമണത്തിൽ തകർന്ന വീട്ടിൽ ഭീതിയോടെയാണ് പലരും ഇപ്പോഴും അന്തിയുറങ്ങുന്നത്. കടലൊരു ആവേശവും അത്ഭുതവുമാണ് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മാത്രം. കടലോരത്ത് ജീവിക്കുന്നവർക്ക് ഓരോ തിരയിളക്കവും പേടിയാണ്. ഇത് 90 വയസ്സായ ശാരദ. 2 വർഷം മുൻപ് കടലാക്രമണത്തിൽ തകർന്നു പോയതാണ് വീടാണ് ആ പൊളിഞ്ഞെടുക്കണത്. നിങ്ങൾ പോരുന്ന വഴിയില് കടലാക്രമണത്തിൽ വീട് മുഴുവൻ തകർന്നു പോയി. കടലിൽ നിന്ന് വെള്ളം വന്നിട്ട് തിര വന്നിട്ട് ഒക്കെ അതൊക്കെ കിഴക്കോട്ട് വന്ന് ഇത്രയും ഉയരത്തിൽ ഇങ്ങനെയൊക്കെ ഉയരത്തിൽ മണ്ണത കൂടി കിടക്കണ്. വീട്ടു സാധനങ്ങൾ അങ്ങനെ എല്ലാം നശിച്ചു പോയി. കുറേയൊക്കെ കിട്ടുന്ന ചെമ്പുക 2 പ്ലേറ്റൊക്കെ ഏറ്റിട്ട് പോന്ന്. അവർ കട്ടിലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അധികൃതരോട് പറഞ്ഞില്ലേ, ഇങ്ങനെ വീടില്ല, വീട് കടൽ കൊണ്ടുപോയി എന്നൊക്കെ? ഓർക്ക് അറിയുന്ന കാര്യമല്ല. ഒരു നാഴികയ്ക്ക് 40 വരുന്നല്ലോ അല്ലേ, ഓർക്ക് കണ്ടുകൂടെ? 90 വയസ്സുള്ള ശാരദ അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം സ്വരുക്കൂട്ടി വെച്ച് ഉണ്ടാക്കിയതായിരുന്നു ഈ വീട്. അതും തിരയെടുത്തു. ഏതു നിമിഷവും കടലെടുക്കാവുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇവിടെ ഭീതിയോടെ കഴിയുകയാണ് 300ഓളം കുടുംബങ്ങൾ. ഞാൻ രാത്രി നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നല്ലേ. അന്നേരമൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം കയറിയിട്ട് അകത്ത് കട്ടിലും ബെഡും ഒക്കെ നനഞ്ഞിട്ട് അരിയും സഞ്ചിയൊക്കെ നനഞ്ഞു കിടക്കുന്നത്. പാത്രം വെച്ച് പാത്രത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെള്ളം വരുന്നത്. കട്ടിലിൻ്റെ മുകളിൽ നിന്ന് ഒരുവിധം ചോർച്ച അരയുണ്ട്, ശംശുണ്ട്. ഒരു വന്ന് നോക്കിക്കോട്ടെ, പാർട്ടിക്കാരൊക്കെ വന്ന് ഉള്ളിലേക്ക് കിടക്കൂല. ഒരു ഇവിടെ വന്ന് പടപടാന്ന് പറഞ്ഞ് പോകുക എന്നല്ലാണ്ട് അവർക്കൊണ്ട് ഒരു കാര്യം സാധിക്കൂല. മോളെ ഇതിങ്ങനെ അടിച്ചിട്ടില്ലേ, ഞങ്ങൾ ആകെ പേടിച്ച് നിൽക്കുക രാത്രി. നാളെ ശരിയാക്കത്, ഇലക്ഷൻ കഴിയട്ടെ, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരു നന്നാക്കൂല, തരൂല്ല, പ്രതീക്ഷിക്കും വേണ്ട. ശാന്തിനഗർ കോളനിയിലെ എല്ലാവർക്കും പറയാനുള്ളത് ഒന്ന് മാത്രം: പ്രശ്നങ്ങളുടെ പ്രതിസന്ധി വെച്ചാൽ കല്ലിട്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ സംഭവം വലിയ പറയാം. തൽക്കാലം ഇപ്പോൾ കല്ലിട്ടെന്ന് പറയും. കല്ലിൽ മേൽക്കൂടെ വെള്ളം എടുക്കും. നിങ്ങളുടെ പ്രശ്നം അതേപോലെ തന്നെ ഉണ്ട്? അങ്ങനെ തന്നെ ഉണ്ട്. പ്രശ്നം അങ്ങനെ തന്നെ എത്തിയ കടൽ ഭിത്തി ഒന്ന് ഉയർത്തിക്കെട്ടിയാൽ തീരാവുന്നതാണ് ഇവരുടെ ദുരിതം. പരാതി പറഞ്ഞു മടുത്തവരാണിവർ. നമ്മൾ കല്ലിടുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അതിട്ടിട്ടില്ല, വിടാന്ന് പറയും. പിന്നെ അവർ പോയാൽ പിന്നെ അങ്ങോട്ട് കാണൂല. ബോട്ട് എല്ലാവരും പറയുന്നത് ആദ്യം ഇവിടെ കല്ലിട്, എന്നിട്ട് ശേഷം ബോട്ടിൻ്റെ കാര്യം തീരുമാനിക്കുക. എല്ലാവർക്കും ബോട്ട് വരില്ലെന്നാണ് പറയുന്നത്. ആർക്ക് ഇത്രയും കാലമായി? ഞാനും 50 കൊല്ലമായി കടപ്പുറത്ത് വന്നിട്ട് നമുക്കൊന്നും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. 45 വർഷമായി കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷത്തിനോട് ഇവർക്കൊന്നേ ചോദിക്കാനുള്ളൂ: എന്നു തീരും ഈ ദുരിതം? ക്യാമറമാൻ പ്രക്ഷോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.